ന്യൂനപക്ഷ പ്രീണന നയം നടത്തിയാൽ മാത്രമേ കേരളത്തിൽ ബി.ജെ.പി. അധികാരത്തിലെത്തുകയുള്ളൂ എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി.ജെ.പി. ഈ ന്യൂനപക്ഷ പ്രീണനവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒരാൾ മാത്രം ബി.ജെ.പിയുടെ കൊടി പിടിക്കുന്ന കാലഘട്ടത്തിലും ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും നിൽക്കുകയും ചെയ്ത ആളാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. ന്യൂനപക്ഷങ്ങളും ബി.ജെ.പിയും തമ്മിലുള്ള ഒരു പാലമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ന്യൂനപക്ഷ ധ്രുവീകരണം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബി.ജെ.പി. മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം വിജയം കാണും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ന്യൂനപക്ഷത്തിന്റെ അകത്തേക്ക് ഒരു കടന്നുകയറ്റം ബി.ജെ.പി. നടത്തുന്ന സാഹചര്യത്തിൽ ഇവിടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണോ അതോ LDF-നാണോ എന്നുള്ള കാര്യമേ ഇനി നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൂ. കേരളത്തിൽ CPM-നെ പോലുള്ളൊരു പാർട്ടി കേരളത്തിന് ആവശ്യമാണ്. ഈ CPM ഇല്ലാത്ത കേരളത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമസ്കാരം. ബി.ജെ.പി. അടുത്തിടെയായിട്ട് ന്യൂനപക്ഷങ്ങളെ വല്ലാതെ പാർട്ടിയിലോട്ട് അടുപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പോകുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ ലക്ഷ്യം? ന്യൂനപക്ഷ പ്രീണന നയം നടത്തിയാൽ മാത്രമേ കേരളത്തിൽ ബി.ജെ.പി. അധികാരത്തിലെത്തുകയുള്ളൂ എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി.ജെ.പി. ഈ ന്യൂനപക്ഷ പ്രീണനവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസിന് കേക്കുകളുമായിട്ട് വീടുകളിൽ എത്തുകയും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലുള്ള കുറേയധികം നസ്രാണി അച്ചായമാരെയൊക്കെ ബി.ജെ.പിയുടെ അല്ലെങ്കിൽ ക്രിസംഖികളാക്കി മാറ്റാനായിട്ടൊക്കെ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്, സത്യമാണത്. പിന്നെ വേറൊരു വശം എന്താ വെച്ചാൽ ഇപ്രാവശ്യം അതായത് മുസ്ലിം കുടുംബങ്ങളിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അതായത് മുസ്ലിം ന്യൂനപക്ഷ സമൂഹങ്ങളെ കൂടുതലായിട്ട് ബി.ജെ.പിയിലേക്ക് ആകർഷിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യവുമൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അകത്തുനിന്ന് AP അബ്ദുള്ളക്കുട്ടിയൊക്കെ പോയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അബ്ദുള്ളക്കുട്ടി വെറും കുട്ടിയായി മാറി. ഇപ്പൊ എന്തോ ഹജ്ജ് കമ്മിറ്റിയുടെ എന്തോ ദേശീയ എന്തൊക്കെയോ അങ്ങനെ ഏതൊക്കെയോ ചില ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഏതോ ബോർഡിലൊക്കെ എന്തോ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒന്നുമായി തീരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് പോയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് അൽഫോൻസ് കണ്ണന്താനം എന്ന് പറയുന്നത്. അൽഫോൻസ് കണ്ണന്താനത്തിനൊക്കെ എത്രത്തോളം രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിയാകാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് അവസാനിച്ചു പോയൊരു രാഷ്ട്രീയ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അതല്ലായിരുന്നെങ്കിൽ IAS കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് MLA ആവുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ MLA-യിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് ബി.ജെ.പിയിലേക്ക് എത്തുകയും രാജ്യസഭാ അംഗമായിട്ട് മാറുകയും പിന്നീട് കേന്ദ്ര സഹമന്ത്രിയായിട്ട് മാറുകയും ഏറ്റവും ഒടുവിൽ വലിയൊരു കോമഡി പീസായി ട്രോൾ പീസായിട്ട് കേരളത്തിൽ മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. ഇപ്പൊ നിലവിൽ അതിനകത്തുള്ള കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അദ്ദേഹം എന്ന് തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചോ അന്ന് തുടങ്ങി അദ്ദേഹം ABVP പ്രവർത്തനമായിരുന്നു, പിന്നീട് ബി.ജെ.പിയുടെ അംഗമായിരുന്നു. കാരണം ഒരാൾ മാത്രം ബി.ജെ.പിയുടെ കൊടി പിടിക്കുന്ന കാലഘട്ടത്തിലും ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും നിൽക്കുകയും ചെയ്ത ആളാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഒരു അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ഭാഗമായിട്ട് ബി.ജെ.പിക്കാരും കൗണ്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അദ്ദേഹത്തെ ന്യൂനപക്ഷങ്ങളും ബി.ജെ.പിയും തമ്മിലുള്ള ഒരു പാലമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നുണ്ട്. ഏത് കേന്ദ്രമന്ത്രിമാർ വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ബിഷപ്പ് ഹൗസ് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ ഉണ്ടായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ജോർജ് കുര്യൻ സമ്പൂർണ്ണമായിട്ടും ഒരു സംഖ്യയാണ്, അല്ലെങ്കിൽ ഒരു RSS അനുഭാവിയാണ്, BJP അനുഭാവിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ നാമത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ബി.ജെ.പി. തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മുഖമാണ് അനൂപ് ആന്റണി എന്ന് പറയുന്നത്. ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ മുഖമാണ് അനൂപ് ആന്റണി എന്ന് പറയുന്നത്. അനൂപ് ആന്റണിയെ സംബന്ധിച്ചിട്ട് ബി.ജെ.പി. ഈ കാലം അത്രയും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു സംഘടനാ കാര്യങ്ങളുടെയൊക്കെ ചുമതല വഹിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നു. പ്രധാനമന്ത്രിയുടെ കോർ ടീമിലൊക്കെയുള്ള ഒരു കക്ഷി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ എല്ലാ സ്ഥലങ്ങളിലും സ്വീകാര്യനാണ്. ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട ചണ്ഡീഗഡിലൊക്കെ കന്യാസ്ത്രീകൾക്ക് പ്രശ്നമുണ്ടാകുന്ന സമയത്തൊക്കെ അദ്ദേഹം അവിടെ ഓടിയെത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും അതുവഴിയായിട്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാനായിട്ടൊക്കെ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ എത്രത്തോളം വിജയിക്കാൻ പോകുന്നു എന്ന് കൂടി അറിയാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാണ് ഷോൺ ജോർജിനെ സംബന്ധിച്ചിട്ട് ഷോൺ ജോർജ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള PC ജോർജും രണ്ടുപേരും ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗമാണ്. ഷോൺ ജോർജ് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം മുനമ്പം വിഷയമൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നത് അദ്ദേഹമാണ്. പക്ഷെ ചീറ്റിപ്പോയി, അത് മറ്റൊരു കാര്യം. എങ്കിൽ തന്നെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ടും ഒരു ധ്രുവീകരണം
ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷോൺ ജോർജിന്റെ പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവിടെ ഓടിയെത്താനും ആ പ്രശ്നത്തിൽ വളരെ ചടുലതയോടുകൂടിയുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ടും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ചണ്ഡീഗഡ് സംഭവത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കന്യാസ്ത്രീ അധിവസിക്കുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് അങ്കമാലി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അങ്കമാലി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റിയാണ് അങ്കമാലി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിക്കകത്ത് കഴിഞ്ഞ പ്രാവശ്യം UDFന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ടായിരുന്ന ഒരു ഷൈനി മാത്യു എന്ന് പറയുന്ന ഒരു വനിതാ കൗൺസിലർ UDFൽ നിന്ന് അതായത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ട് അവരിന്ന് BJP ചേർന്നിരിക്കുന്നു. BJPയിൽ ചേർന്നതിന് ശേഷം BJPയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ അതിശയോക്തികരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടാണ്ട് BJPയുടെ ഒരു വിജയം കൂടിയാണ്. ഞാൻ പറഞ്ഞ ചണ്ഡീഗഡുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് കൂടാതെ തന്നെ ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിക്കകത്ത് ഏകദേശം 25ഓളം സീറ്റുകളിൽ BJP മത്സരിക്കുന്നുണ്ട്. ഈ 25ഓളം സീറ്റുകളിൽ 18 പേരും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളാണ്. അത് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ വേണ്ടി നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ തന്നെ പാലായിലും കൃത്യമായിട്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഷോൺ ജോർജ് നടത്തുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിജയം കാണും എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. എങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു മാർജിൻ പാലാ മുനിസിപ്പാലിറ്റിക്കകത്തും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ മത്സരിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ എന്ന് പറയുന്നത് ഒന്ന് കോട്ടയം ജില്ല, എറണാകുളം ജില്ല, ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല, പിന്നെ തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നു മറ്റേ കോർപ്പറേഷനകത്തൊക്കെ BJP സ്ഥാനാർത്ഥികളിൽ കൂടുതലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളാണ്. കൃത്യമായിട്ട് ന്യൂനപക്ഷ ധ്രുവീകരണം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം വിജയം കാണും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ന്യൂനപക്ഷത്തിന്റെ അകത്തേക്ക് ഒരു കടന്നുകയറ്റം BJP നടത്തുന്ന സാഹചര്യത്തിൽ ഇവിടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണോ അതോ LDFനാണോ എന്നുള്ള കാര്യമേ ഇനി നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൂ. LDFനെ സംബന്ധിച്ചിട്ട് LDFന് കൃത്യമായിട്ട് ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഒരു കൃത്യമായ ഒരു ബാക്കപ്പ് ഉണ്ട്. ഇപ്പൊ NSSന്റെ ആണെങ്കിലും SNDPയുടെ ആണെങ്കിലും കൃത്യമായ ഒരു ബാക്കപ്പ് ഉണ്ട്. പക്ഷെ UDFനെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ ഒരു ബാക്കപ്പ് ഇല്ല. ഇപ്പൊ NSSുമായിട്ടും കൃത്യമായിട്ടൊരു ധാരണയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല UDF മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SNDPയുമായിട്ടും ഈ പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധം UDFനില്ല. എപ്പോഴും SNDP നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ UDFനെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണുള്ളത്. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുന്നത് അത് കൂടുതലായിട്ട് ബാധിക്കുക UDFനായിരിക്കും. BJP വളരുകയും അതോടൊപ്പം തന്നെ UDF ശോഷിച്ചു വരികയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത് അതിദയനീയമാണ്. പക്ഷെ എങ്കിലും അതാണ് പൊളിറ്റിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ റിയാലിറ്റിയെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള സൊല്യൂഷൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചാൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് 2026 തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലോ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലെങ്കിൽ BJP കേരളത്തിൽ പച്ചപിടിക്കത്തില്ല എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒന്നാം പാർട്ടി CPMഉം രണ്ടാം പാർട്ടി BJP എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൽ മാറാനായിട്ട് ഇനി അധികം സമയം വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പൊ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ കേരളത്തിൽ താമര വിരിയാനുള്ള ചാൻസ് ഉണ്ടെന്നാണോ സാർ പറയുന്നത്? ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ നിർത്തി എന്ന് കരുതിയിട്ട് മാത്രം താമര വിരിയാനായിട്ട് സാധ്യതയില്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടും ലഭിച്ചാൽ മാത്രമേ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. BJP കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ലഭിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കാവുന്ന വോട്ടുകൾ BJPയുടെ ഭാഗത്തേക്ക് വരുന്നതോടുകൂടി അവിടെ CPMന്റെ കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യതയുണ്ട്. അതായത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്ന് മൂന്നാം പ്രാവശ്യവും മാറി നിൽക്കേണ്ടി വരുന്ന UDF പിന്നെ ഇവിടെ ഇല്ലാതാകും എന്നൊരു കാഴ്ചപ്പാട് BJPക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതലായിട്ട് ന്യൂനപക്ഷ പ്രീണനവുമായിട്ട് BJP രംഗത്ത് വരാനായിട്ടുള്ള സാധ്യത. അതാണ് എന്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ നിർവചനം എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്തേക്ക് BJP വരും, പിന്നീട് ഗ്രാജുവലി അത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന രീതിയിലാണ്. കാരണം എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന കാര്യം എന്താണ്, 2026 LDF തന്നെയാണ് വരുന്നതെങ്കിൽ 2031 കേരളം ഭരിക്കുക BJP ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ CPM പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഉള്ളിടത്തോളം കാലം അതിന്റെ ഒരു അടിത്തറ വളരെ ശക്തമാണ്. കാരണം എല്ലാവരും പറയുന്നത് ഇപ്പൊ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പോലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ CPMനെ പോലുള്ളൊരു പാർട്ടി കേരളത്തിന് ആവശ്യമാണ്. ഈ CPM ഇല്ലാത്ത കേരളത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല.
കാരണം CPM അത്രയും അടിത്തറയുള്ളത് മാത്രമല്ല ഒരു മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ CPMോ കോൺഗ്രസോ ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ BJP ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ചും ഇനി വരുന്ന ആളുകളിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത അവസ്ഥകളുണ്ട്. പക്ഷെ BJPയെ പ്രതിരോധിക്കാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരിപ്പുറത്തുണ്ടാവേണ്ടതുണ്ട്, CPMും കോൺഗ്രസും ഉണ്ടാവേണ്ടതുണ്ട്. ബാക്കി ജനം തീരുമാനിക്കട്ടെ.